ഡ്രൈവർ ഞങ്ങളെ ഇറക്കി വിട്ട് എവിടാന്നൊന്നും അറിയില്ല. സ്ഥലം അത്ര പന്തി അല്ലെന്ന് തോന്നിച്ചായ അങ്ങോട്ട് പോകണോ ഇനി? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ ബ്ലോഗുമായിട്ട് വന്നേക്കാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് സുമതി വളവിലേക്കാണ്. തിരുവനന്തപുരത്തുള്ള സുമതി വളവല്ല, അപ്പം നമ്മുടെ ബഹറിലും ഉണ്ട് സുമതി വളവ്. ബസ്സിലാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. സാധാരണ ഞങ്ങൾ ടാക്സിയിലൊക്കെയാണ് പോകുന്നത്. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റിക്ക് ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ബസ്സിലാണെങ്കിൽ നമുക്ക് 300 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബഹറിൻ മൊത്തം ചുറ്റിക്കാണാം. എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. നമുക്ക് 300 ഫിൽസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറേ ബസ്സിലുള്ള യാത്രകളൊക്കെ എങ്ങനെയാണ് ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. പക്ഷെ എന്താവും ഞങ്ങൾക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ആ സ്ഥലം ഇറങ്ങണ്ടേന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ലൊക്കേഷൻ നോക്കിയൊക്കെ പോവാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരു വട്ടം ഇവിടെ പോയിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏത് വഴിയാണെന്നൊന്ന്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. തകൃതിയിൽ ഇങ്ങനെ ലൊക്കേഷൻ നോക്കിയിരിക്കുകയാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് തിരിച്ച് 300 പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാമല്ലോ. നമുക്ക് വേറെ സ്ഥലം പിടിക്കാമല്ലോ. നമുക്ക് പുത്തരിയല്ലല്ലോ, നമ്മൾ ദേശാടന പക്ഷികളല്ലേ. നമ്മളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കോ എത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എവിടെയോ ആ ബസ് ഡ്രൈവർ ഞങ്ങളെ ഇറക്കി വിട്ട് എവിടാന്നൊന്നും അറിയില്ല. നമുക്കിനി കണ്ടുപിടിക്കാം. ഞങ്ങളിവിടെ കുവൈറ്റ് ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെ ഇറങ്ങി. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണം. അപ്പം ഇവിടെ ഈ ബസ് സ്റ്റോപ്പിന് അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ബസ്സിലെ ഡ്രൈവർ ഇതിന് മുന്നത്തെ സ്റ്റോപ്പിൽ ഞങ്ങളെ ഇറക്കി വിട്ടു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ ഇങ്ങനെയാണ്. കുവൈറ്റ് ഹെൽത്ത് സെൻ്റർ 1. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്റ്റോപ്പിൽ ഞങ്ങളെ ഇറക്കി. അപ്പം ഞങ്ങൾ വരുന്നത് തുബ്ലിയിൽ നിന്നാണ്. ഞങ്ങൾ അവിടുന്ന് ഇസാ ടൗണിൽ വന്ന് ഇസാ ടൗണിൽ നിന്ന് നമുക്ക് 16 നമ്പർ ബസ്സിലാണ് കയറേണ്ടത്. അവിടുന്ന് കയറി കുവൈറ്റ് ഹെൽത്ത് സെൻ്റർ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഫ്രണ്ടിലോട്ട് നടക്കണം. അവിടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഒരു മൻസൂർ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഒരു ബോർഡൊക്കെ കാണാം. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് റൈറ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സുമതി വളവിലോട്ട് പോകാനുള്ള വഴിയായി. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ, ഒരു ചെറിയ കാറ്റുണ്ട്, നല്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി സുമതി വളവിലെത്തിയിരിക്കുന്നു. ഇതാണ് ബഹറിലെ സുമതി വളവ്. ഇതാണ് നമ്മുടെ സുമതി വളവ്. അങ്ങനെ ഞങ്ങള് സുമതി വളവിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബഹറിലെ സുമതി വളവ്. രാത്രി വന്നു കഴിഞ്ഞാൽ പേടിക്കും കേട്ടോ. അമ്മാതിരി ഒരു അന്തരീക്ഷം തന്നെയാണിത്. ഞാനൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ട് ഓടിപ്പോവും. ഇവിടുന്ന് അടുത്ത് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുതിര ഫാമൊക്കെ ഉണ്ട്. വൈകുന്നേരം ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെ കുതിര ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട് നമ്മുടെ. അതെ, നാട്ടിലായിരുന്നു. നല്ല രസം. എനിക്കിഷ്ടപ്പെട്ടെ. ഫാമിലീസൊക്കെ വരാറുണ്ട്. ഫുഡുമായിട്ടൊക്കെ വന്നിരുന്നു ഇവിടെ കഴിക്കുകയും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. നല്ല രസമാണ്. നമുക്ക് ബസ്സിൽ വരാൻ എളുപ്പമാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊന്ന് കറങ്ങിപ്പോകും എന്നാ കരുതിയത്. പക്ഷെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങൾ ചതിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബഹറിലെ സുമതി വളവ്. ഇതിനെങ്ങനെ ഈ പേര് കിട്ടിയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം.
പിന്നെ അതുപോലെ നമുക്ക് ഏത് സമയത്താണെങ്കിലും ഇവിടെ വരാം കേട്ടോ. അതായത് നമുക്ക് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചൂട് കാരണം നമുക്ക് അവിടെ ഒന്നും ഇരിക്കാനും പറ്റത്തില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ 2 സൈഡിലും മരങ്ങളാണ്, നല്ല തണലാണ്, നല്ല കാറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്പേസാണ്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ വരേണ്ടതായിരുന്നു ഇവിടെ. അപ്പോൾ ഇതുപോലെ ബഹറിൽ ഏതെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും പോയി കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനി ഞങ്ങളുടെ യാത്രകളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങൾ പോകാൻ ശ്രമിക്കും. കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ബീച്ചുണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ വരെ ഒന്ന് പോകാം. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉച്ചയായിട്ട് വിശപ്പൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നതിന് മുമ്പാണ് കഴിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര വിശപ്പും ദാഹമായിട്ടൊന്നും തോന്നുന്നില്ല. ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബഹറിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.